നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം, എനിക്കിട്ട് പാര പണിയാൻ നീ ഇറങ്ങിയാലേ തിരിച്ച് നിനക്കിട്ട് ഞാൻ മറുപാര പണിയും. മറ്റൊന്നുകൂടി, ഈ വീട്ടിലെ നിങ്ങളുടെ രഹസ്യങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. ആ, എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടെങ്കിൽ അവൻ വെറുതെ ഞെട്ടട്ടെ. മൈഥിലിയെ കാണാനായിരുന്നു ഇവള് മനസ്സിലാക്കി. ഇവള് ചെറിയ കക്ഷിയൊന്നുമല്ല, ഇവളെ സൂക്ഷിക്കണം. ഹലോ, ഞാനാ ദേവി, ജയറാം. എവിടുന്നാ? ഞാൻ ജയിലിൽ നിന്ന് സംസാരിക്കുന്നത്. എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ദേവിയോട് പറയാനുണ്ട്. എന്താ? മാധുരിയുടെ 16 അടിയന്തരത്തിന്റെ ആ കർമ്മങ്ങൾ ഭംഗിയായിട്ട് നടത്തണം. അവളുടെ ആത്മാവിനെങ്കിലും മോക്ഷം കിട്ടാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. ദേവി, നീ ഇത് ചെയ്യണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. മീനാക്ഷിയുടെ മേൽ മറ്റാരെങ്കിലും അവകാശവാദം ഉന്നയിച്ചു വന്നാൽ നീ ഒരിക്കലും അവളെ വിട്ടുകൊടുക്കരുത്. ഞാൻ വരുന്നതുവരെ അവളെ നീ നിന്നോടൊപ്പം നിർത്തി നോക്കിക്കോണം. നീ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യില്ലേ? ചെയ്യാം. ആരായിരുന്നു ഫോണില്? ചോദിച്ചത് കേട്ടില്ലേ? ആരായിരുന്നു ഫോണിലെന്ന്? എന്റെ കൂട്ടുകാരിയുടെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ എന്തിനാ വിളിച്ചത്? അത് മീനാക്ഷിയുടെ അമ്മയുടെ 16 അടിയന്തരത്തിന്റെ കർമ്മങ്ങൾ നടത്തണമെന്ന് പറയാനാ വിളിച്ചത്. ജയിലിൽ നിന്ന് അയാളാ വിളിച്ചതല്ലേ? അതിനെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് അവളുടെ അച്ഛൻ ജയിലിലായിരുന്നുകൊണ്ടാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? കർമ്മങ്ങൾ നടത്തുന്നുണ്ടോ? നടത്തണം അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.